സൗദി പ്രോ ലീഗിന് ലോകത്താകമാനം ആരാധകരെ സൃഷ്ടിച്ചു കൊടുത്ത അൽ നസറിൻ്റെ മഞ്ഞ ജേഴ്സി ലോകത്തെല്ലായിടത്തും എത്തിച്ച ക്രിസ്ത്യാനോ റൊണാൾഡോ ഒടുക്കം അൽ നസറുമായി ഉടക്കി. റൊണാൾഡോ ക്ലബിൽ നിന്ന് പുറത്തേക്ക് പോകുമെന്ന സൂചനകളാണ് സൗദിയിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്നത്. അൽ റിയാദിനെതിരായ കഴിഞ്ഞ മത്സരത്തിൽ റൊണാൾഡോ കളിച്ചിരുന്നില്ല. ലയണൽ മെസ്സി കളിക്കുന്ന മേജർ ലീഗ് സോക്കറിൽ നിന്നും യൂറോപ്പിൽ നിന്നുമെല്ലാം റൊണാൾഡോയ്ക്ക് ഓഫറുകളും വന്നു കഴിഞ്ഞു. 2022 മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ നസറിലേക്ക് പോകുന്നത്. സൗദി പ്രോ ലീഗ് എന്ന് പോലും കേട്ടിട്ടില്ലാത്തവരായിരുന്നു ആ സമയത്ത് ഭൂരിഭാഗം പേരും. എന്നാൽ പോകുന്നിടത്തെല്ലാം ആളും ആരവവും നിറയ്ക്കാറുള്ള റോണോ സൗദിയിലെ മരുഭൂവിലും മരുപ്പച്ച തീർത്തു. ആളുകൾ പ്രോ ലീഗ് അറിഞ്ഞു. ബെൻസിമയും മാനയും ജാവോ ഫെലിക്സും അടക്കം സൂപ്പർ താരങ്ങൾ ഓരോന്നായി സൗദി പ്രോ ലീഗിലേക്ക് എത്തി. റൊണാൾഡോ വെട്ടിക്കൊടുത്ത വഴിയിലൂടെ. ഈയിടെ കരാർ പുതുക്കിയ റൊണാൾഡോ ഒരാഴ്ച വാങ്ങുന്ന ശമ്പളം ഏകദേശം 38 കോടി രൂപയാണ്. റെഡ് സീ തീരത്തുള്ള നുജുമ റിഡ്സ് കാൾട്ടൺ റിസർവിലാണ് റൊണാൾഡോയുടെ വില്ലകൾ. ബോട്ടിലോ സീപ്ലെയിനിലോ മാത്രമേ ഈ വില്ലയിലേക്ക് എത്താൻ കഴിയൂ. ആഡംബരത്തിന്റെ അവസാന വാക്കിലാണ് സൗദിയിലെ റൊണാൾഡോയുടെ ജീവിതം. എന്നാൽ ഡൊമസ്റ്റിക് കിരീടം ഇതുവരെ അൽ നസറിന് നേടിക്കൊടുക്കാൻ റൊണോയ്ക്ക് കഴിഞ്ഞില്ല. ഇതിനിടെയാണ് പുതിയ വിവാദവും എത്തിയത്. എന്താണ് പൊടുന്നനെയൊരു പ്രശ്നം റൊണാൾഡോയ്ക്ക് ഉണ്ടാവാനുള്ള കാരണം? അത് പരിശോധിക്കാം ആദ്യം. സൗദി പ്രോ ലീഗിൽ അൽ ഹിലാൽ, അൽ നസർ, അൽ അഹ്ലി, അൽ ഇത്തിഹാദ് എന്നീ 4 സൗദി ക്ലബ്ബുകളുടെ ഉടമകൾ സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അഥവാ PIF ആണ്. ക്ലബ്ബുകളുടെ 75% ഉടമസ്ഥാവകാശവും PIF-നാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ന്യൂകാസിൽ യുണൈറ്റഡും PIF-ന്റെ കീഴിലാണ്. PIF ഏറ്റെടുത്ത ശേഷമാണ് ന്യൂകാസിൽ EPL-ൽ പണമെറിഞ്ഞ് താരങ്ങളെ സ്വന്തമാക്കിയതും ലീഗിൽ മികച്ച പ്രകടനങ്ങൾ നടത്തിയതുമെല്ലാം. ബാക്ക് ടു സൗദി പ്രോ ലീഗ്. ഇതിൽ അൽ ഹിലാലിന് കിരീടം നേടാൻ PIF സഹായിക്കുന്നുവെന്നാണ് അൽ നസർ താരമായ റൊണാൾഡോയുടെ ആരോപണം. അൽ ഹിലാൽ ട്രാൻസ്ഫർ മാർക്കറ്റിൽ കൂടുതൽ പണം ഇറക്കുന്നുണ്ടെന്നും റോണോ പറയുന്നു.